ഹായ് നമസ്കാരം. ഞാൻ ലിജി, വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. അനാമിക, വിഷ്ണു, ഉദയഗിരിജ, അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ഉദയഗിരിജ എന്ന ലേഡി പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം തേപ്പുപാറയിൽ ഒരു ചിൽഡ്രൻ ഹോമും അഗതി മന്ദിരവും നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അനാമികയും വിഷ്ണുവിനെയും ഉദയഗിരിജയൊക്കെ അധികം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ സജീവമായി നമ്മൾ കണ്ടതായിരുന്നു. അന്ന് കണ്ട വിഷയം, അനാമി എന്ന കുട്ടിയെ 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഈ അഗതി മന്ദിരത്തിൽ നിർത്താൻ പറ്റില്ല. അതിൻ്റെ കുട്ടിയെ ആ കുട്ടിയുടെ അച്ഛനെ അറിയിച്ചപ്പോൾ അയാൾക്ക് മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വിസമ്മതം അറിയിച്ചതിനെ തുടർന്ന് ഉദയഗിരിജ തൻ്റെ മകനായ വിഷ്ണുവിനെ കൊണ്ട് അനാമികയെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയായിരുന്നു അന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി കണ്ട ഒരു വാർത്ത തന്നെയായിരുന്നു. അനാമികയും വിഷ്ണുവും അവരുടെ വിവാഹത്തിന് ശേഷം സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അവരുടെ വിവാഹവും മറ്റു വീഡിയോസും പ്രഗ്നൻസിയും ഡെലിവറിയും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് അവർ ചെയ്തിരുന്നുണ്ടായിരുന്നു അവരുടെ ചാനലിൽ. അങ്ങനെ ആ ചാനലുമായിട്ട് തുടർന്ന് നടന്നുകൊണ്ടേ പോയിരുന്നപ്പോൾ ഇപ്പോൾ അനാമിക ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അതാണ് പുതിയ ചർച്ചയ്ക്കിടയായ വിഷയം. ആ വിഷയത്തെക്കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്യുന്നതിനുള്ളിൽ തന്നെ വേറൊരു വിഷയം കൂടി അതിനിടയിലേക്ക് തലപൊക്കി. ഈ അഗതി സന്ധ്യ പല്ലവി എന്നൊരു ലേഡി കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ അഗതി മന്ദിരത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മാത്രമേ അവരവിടെ ജോലി ചെയ്തുള്ളൂ. ജോലി ചെയ്യുന്ന സമയത്ത് ഈ അഗതി മന്ദിരത്തിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ടതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവരിത് വീഡിയോ ആയിട്ട് എടുത്തു വെക്കുകയും സന്ധ്യ പല്ലവി അത് വീഡിയോ ആയി റെക്കോർഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ വാദം. ആ സമയത്ത് അവരത് പോലീസ് സ്റ്റേഷനിൽ അത് കേസ് കൊടുക്കുകയും കേസ് കൊടുത്ത സമയത്ത് ഉദയഗിരിജ മറ്റൊരു കേസ് അവർക്കെതിരെ കൊടുക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്ത് ഈ കേസുകൾ ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സന്ധ്യ പല്ലവി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പിനകത്ത് അവർ പറയുന്നത് അഗതി മന്ദിരത്തിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള ചെറിയ കുട്ടികളെ കൊണ്ട് തന്നെയാണ് അഗതി മന്ദിരത്തിലെ ജോലികൾ ചെയ്യിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ സ്റ്റാഫുകളെ ഒന്നും അവരവിടെ നിർത്തിയിട്ടില്ല. ഫുഡൊക്കെ ഒരുപാട് വേസ്റ്റ് ആയിക്കൊന്നു. അങ്ങനെ ഒരുപാട് അഴിമതികളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒരു പ്രമുഖ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയുമായി അവർ സംസാരിക്കുന്നതും ആ യൂട്യൂബർ തന്റെ ചാനലിൽ കൂടി ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. അതിൽ അവർ ഒരുപാട് അഴിമതികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അഴിമതി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സന്ധ്യ പല്ലവിയുടെ കയ്യിൽ അതിന്റെ പ്രൂഫുകളും ഉണ്ടെങ്കിൽ തീർച്ചയായും മുന്നോട്ട് തന്നെ പോകണം. അതിനെതിരെ നടപടിയെടുക്കണം. ആ അഴിമതിക്കെതിരെ നടപടിയെടുക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ അവരുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ട്. അവരുടെ ഫാമിലി ഈ അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് മറ്റു ജോലികൾ ഉള്ളതായി നമ്മൾ അതിൽ കാണുന്നില്ല. അപ്പോൾ അവരുടെ ഒരു വരുമാന മാർഗവും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതവും മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നത് ഈ അഗതി മന്ദിരത്തിലെ വരവുകൾ തന്നെ ആയിരിക്കും. ഒരു അഗതി മന്ദിരത്തിൽ പല സ്പോൺസർമാരും ഉണ്ടായിരിക്കും. ഒരുപാട് സ്പോൺസർഷിപ്പിൽ ക്യാഷും മറ്റുള്ള ധനസഹായങ്ങളൊക്കെ ഒരുപാട് ധനസഹായങ്ങൾ ഈ അഗതി മന്ദിരത്തിൽ വരുന്നുണ്ടാകും. ഈ സ്പോൺസർഷിപ്പിലൂടെ അയക്കുന്ന ധനസഹായങ്ങളും മറ്റു സഹായങ്ങളും അവിടെയുള്ള അന്തേവാസികൾക്ക് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിനുവേണ്ട നടപടികൾ എടുക്കുന്നതിന് അധികൃതരുമായി സംസാരിച്ച് അതിനുവേണ്ട നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. സന്ധ്യ പല്ലവി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഇതിനു വേണ്ട പ്രൂഫുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ഇതുമായി മുന്നോട്ട് പോവുകയും ഈ അഗതി മന്ദിരത്തിൽ താമസിക്കുന്ന അന്തേവാസികളുടെ എല്ലാ കാര്യങ്ങളിലും പ്രോപ്പറായ ഒരു രീതിയിൽ നടക്കുന്നു എന്ന് ഒരു തീർപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. അനാമിക വിഷ്ണുവിന്റെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ വിഷയം. ആ വിഷയം എന്ന് പറയുന്നത് അനാമികയുടെയും വിഷ്ണുവിന്റെയും വിവാഹം കഴിഞ്ഞത് 23/10/2024 ഈ കുട്ടിയുടെ ഡെലിവറി നടക്കുന്നത് 1/6/2025 പ്രൈവസി നോക്കാതെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന വ്ളോഗർമാർക്ക് ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ സ്വന്തം പ്രൈവസി നോക്കാതെ, ഫാമിലിയുടെ പ്രൈവസി നോക്കാതെ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരിടുമ്പോൾ
അതിനെ മറ്റുള്ളവരെടുത്ത് ചർച്ചയാക്കുകയും റിയാക്ഷൻ വീഡിയോ ചെയ്യുകയും അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നമുക്ക് ഒരു പരിധി വരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവർ ഫാമിലി വ്ളോഗേഴ്സ് ഫാമിലി കമൻറ്റുകൾ വരുമ്പോൾ അത് അവരുടെ ഫാമിലിയെ ഒരുപാട് ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. അങ്ങനെ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ അനാമിക, വിഷ്ണു, ഉദയഗിരിജ ടീം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സുഹൃത്തുക്കൾ പറയുന്നതും അതിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. കമൻറ്റുകളിലും ആൾക്കാർ എഴുതുന്നുണ്ട് 23/10/2024 വിവാഹം കഴിഞ്ഞ കുട്ടി 1/6/2025 പ്രസവിക്കുമ്പോൾ 7 മാസമേ ആകുന്നുള്ളൂ. 7 മാസമായ ഒരു ഡെലിവറി നടക്കുമ്പോൾ അതൊരു പ്രിമച്ചർ ബർത്ത് ആയിരിക്കും. പ്രിമച്ചർ ബർത്തായിട്ടുള്ള ഒരു ബേബിയെ ഒരിക്കലും പുറത്തേക്ക് കൊടുക്കില്ല. ആ കുട്ടിയെ NICUവിൽ 1 മാസത്തോളം എങ്കിലും വച്ചിരുന്നതിന് ശേഷം അതിൻ്റെ വളർച്ച പൂർത്തിയായതിനു ശേഷം മാത്രമേ പുറത്തേക്ക് കൊടുക്കൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും കമൻറ്റുകളും ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച കണക്ക് കൂട്ടുന്നത് അതിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം മുതലല്ല, ആ കുട്ടിയുടെ അമ്മയുടെ ലാസ്റ്റ് പീരീഡ്സ് വന്ന ദിവസം മുതലാണ് അതിൻ്റെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച കണക്ക് കൂട്ടുന്നത്. ഈ കുട്ടിക്ക്, ഈ അനാമിക എന്ന കുട്ടിക്ക് ചിലപ്പോൾ ഒക്ടോബർ 2, 3 അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു ദിവസമോ ആണ് പീരീഡ്സ് വന്നതെങ്കിൽ 23-ാം തീയതി അവരുടെ മാരേജ് കഴിയുന്ന ആ ദിവസം തന്നെ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയെന്ന് പറയാം, അതിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച എന്ന് പറയുന്ന 23-ാം ദിവസം തൊട്ടല്ല. ഈ 2-ാം തീയതി 3-ാം തീയതിയാണ് പീരീഡ്സ് വന്നതെന്നിരിക്കട്ടെ, ആ കുട്ടിയുടെ വളർച്ച 3-ാം തീയതി തൊട്ട് ആരംഭിക്കുന്നു. ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച 3-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. അപ്പോൾ 23-ാം തീയതി ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ വളർച്ച ഏകദേശം 20 ദിവസം പ്രായമായ ഒരു എഗ്ഗാണ് അതിൻ്റെ യൂട്രസിനുള്ളിലുള്ളത്. അപ്പോൾ അതാണ് 23-ാം തീയതി നൈറ്റ് തന്നെ ഈ കുട്ടി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ വളർച്ച 20 ദിവസം ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ 1/6 ആകുമ്പോഴേക്കും ഏകദേശം 8 മാസത്തിന് 2-3 ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ല പോഷകസമൃദ്ധമായ ആഹാരങ്ങളും പ്രോട്ടീൻ നിറഞ്ഞ ആഹാരങ്ങളും ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ച് കഴിക്കുകയും നല്ല സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഒരു പ്രഗ്നൻ്റായ ലേഡി ജീവിക്കുകയും ചെയ്യുന്നതെങ്കിൽ, കൃത്യമായ ഫുഡും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഗർഭസ്ഥ ശിശുവിന് നല്ല വളർച്ച ഉണ്ടായിരിക്കും. അതിന് 8-ാം മാസത്തിൽ തന്നെ നല്ല വളർച്ചയിൽ എത്തിയിട്ടുണ്ടാകും. 8-ാം മാസത്തിൽ പ്രസവിച്ച് 2.5 കിലോ 2 കിലോ 800 ഗ്രാം 2 കിലോ 900 ഗ്രാം വരെ കുട്ടികൾക്ക് ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികളെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ബർത്ത് വെയിറ്റ് കണക്ക് കൂട്ടുന്ന രീതി ഒരിക്കലും ഈ വിവാഹം കഴിഞ്ഞ ദിവസം തൊട്ടല്ല, എന്നാണോ ലാസ്റ്റ് പീരീഡ്സ് ആയത് ആ ദിവസം മുതലാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 10-20 ദിവസത്തെ വ്യത്യാസം എന്തായാലും ഉണ്ടാകും. പിന്നെ ബർത്ത് വെയിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പോഷക സമൃദ്ധമായ ആഹാരവും സന്തോഷവും സമാധാനവും ഉള്ള ഒരു അമ്മയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതെങ്കിൽ അത് ചിലപ്പോൾ 8 മാസം ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാകും. അതല്ലാതെ ഇവരുടെ കേസിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ, അനാമികയ്ക്ക് ആ അഗതി മന്ദിരത്തിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഉറപ്പോടെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ പ്രൂഫ് നമ്മൾക്ക് ലഭിക്കണം. ആ പ്രൂഫ് തരേണ്ടത് അനാമികയെ പരിശോധിച്ച ഡോക്ടറോ അല്ലെങ്കിൽ അനാമികയുടെ സ്കാനിങ് റിപ്പോർട്ടോ ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൃത്യമായ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അതിനെതിരെ പ്രതികരിക്കുക. അല്ലാത്ത പക്ഷം ആ ഒരു പുതിയതായി ഭൂമിയിലേക്ക് വന്ന ആ കുഞ്ഞിനെ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ വളർത്താതെ ഒരു പോസിറ്റീവായ അന്തരീക്ഷത്തിൽ അത് വളർന്നു വലുതാകട്ടെ. അത് തന്നെയല്ലേ നമ്മുടെ സന്തോഷം. അങ്ങനെ ഒരു കുഞ്ഞ് പോസിറ്റീവ് അന്തരീക്ഷത്തിൽ വളരാൻ നമ്മൾക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അത് തന്നെയല്ലേ നല്ലത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.